നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ഈ രണ്ട് അവതാരങ്ങളെ എന്തു ചെയ്യുമെന്നറിയാതെ കുഴയുകയാണ് CPM പാർട്ടിയിലെ പ്രവർത്തകർ. മറുവശത്ത് LDF മുന്നണിയിലും വലിയ പൊട്ടിത്തെറി. CPI നേതാവ് ബിനോയ് വിശ്വം പരസ്യമായി തൻ്റെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിരുന്നു ഒരിക്കൽ പിണറായി വിജയൻ പാർട്ടിക്കാർക്ക്. എന്നാൽ ഇപ്പോൾ കത്തിത്തീർന്ന സൂര്യൻ എന്ന് മാത്രമല്ല, ഇത് വലിയ ബാധ്യതയായിരിക്കുന്നു. പിണറായി വിജയനൊപ്പം വാഴ്ത്തുപാട്ടുകൾ പാടിയും പിണറായി വിജയനെ സംരക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തവരൊക്കെ ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് അതിശക്തമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട സന്ദർഭവും. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ പുകഴ്ത്തി പാട്ടെഴുതിയ ഇടതുപക്ഷ യൂണിയൻ നേതാവ് ഇപ്പോൾ പടിക്ക് പുറത്ത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്ന പൂവത്തൂർ ചിത്രസേനന്റെ സേവനം UDF സർക്കാർ അങ്ങ് അവസാനിപ്പിച്ചു. സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ നിന്നും വിരമിച്ചതിന് ശേഷം ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി തുടരുകയായിരുന്നു ഇദ്ദേഹം. പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള സ്തുതിഗാനത്തിന് ശേഷമായിരുന്നു ചിത്രസേനന് സ്പെഷ്യൽ മെസ്സഞ്ചർ നിയമനം ലഭിച്ചത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലിയുടെ സമയത്തായിരുന്നു ഈ വാഴ്ത്തുപാട്ട്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി പിണറായി വിജയനെ പുകഴ്ത്തിയ ചിത്രസേനൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പുറത്ത്. മറുവശത്ത് ആലപ്പുഴയിൽ പിണറായി വിജയൻ കടന്നുപോയതിനു ശേഷം രക്ഷാപ്രവർത്തനമെന്ന പേരിൽ കരിങ്കൊടി കാട്ടിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർ സസ്പെൻഷൻ മാത്രമല്ല, ഇനി നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. അവർക്കും രക്ഷയില്ല. ഇവരെ ആരെയും രക്ഷപ്പെടുത്താൻ പിണറായി വിജയന് കഴിയുന്നില്ല. എന്തിനേറെ ED റെയ്ഡിന് ശേഷം പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പാർട്ടി പ്രവർത്തകരൊക്കെ ജയിലഴി എണ്ണിക്കിടക്കുന്നു. ഒരിക്കൽ ഏകഛത്രാധിപതിയായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വാണ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി എങ്കിലും വലിയ സ്വാധീനമൊന്നുമില്ല. അണികളും പ്രാദേശിക നേതാക്കളും പിണറായി വിജയനെയും M.V. ഗോവിന്ദനെയും എടുത്തുടുക്കുകയാണിപ്പോഴും. നേരത്തെ നമ്മൾ ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലുമൊക്കെ തുറന്ന വിമർശനങ്ങൾ കേട്ടിരുന്നു. എന്നിട്ടും നേതൃത്വത്തിന് ഒരു കുലുക്കവുമില്ല. തോൽവിയുടെ കാരണങ്ങൾ പലവിധത്തിൽ പാർട്ടി അണികളെയും പ്രവർത്തകരെയുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം. അണികളാരും വിഡ്ഢികളല്ലല്ലോ. അതുകൊണ്ട് തന്നെ തോൽവിക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം അവർക്കൊക്കെ അറിയാം. ഇപ്പോഴിതാ പിണറായി വിജയനെതിരെയും മുൻ സർക്കാരിനെതിരെയും കോട്ടയത്ത് NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കേൾക്കുന്നത് രൂക്ഷ വിമർശനം. പ്രതിനിധി സമ്മേളന ചർച്ചയിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും നേതാക്കളുടെ നിലപാടുകൾക്കെതിരെയും പച്ചയ്ക്ക് പ്രതിനിധികൾ പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് NGO യൂണിയൻ്റെ അവസ്ഥ ഭർത്താവിൻ്റെ പീഡനം സഹിച്ചും അഭിമാനമോർത്ത് മാത്രം വിവാഹബന്ധം തുടരുന്ന ഭാര്യയുടേതിന് സമാനമായിരുന്നു എന്നാണ് പ്രതിനിധികൾ പറഞ്ഞത്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച മുൻ സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. 5 വർഷം പിന്നിട്ടിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഖജനാവിൽ 6000 കോടി മിച്ചമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും നൽകാൻ തയ്യാറായില്ല? ജീവനക്കാരുടെ ജീവൽ പ്രശ്നങ്ങളിൽ സംഘടനാ നേതൃത്വം വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്ന ആത്മവിമർശനവും അവിടെ ഉയർന്നു. കുടം കമഴ്ത്തിവെച്ച് വെള്ളമൊഴിക്കുന്ന തലത്തിലായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണശൈലിയെന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു. സർക്കാരിനെതിരെ മാത്രമല്ല, CPM നേതാക്കളുടെ പെരുമാറ്റത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ. രാജാവിൻ്റെ ദുർഗന്ധം തിരിച്ചറിയാത്ത അനുയായികൾ വാഴ്ത്തുപാട്ടുകൾ ഓരിയിട്ട് നടക്കുകയാണ് എന്നൊരു പ്രതിനിധി പച്ചയ്ക്ക് പറഞ്ഞു. സംസ്ഥാനത്തെ ചില നേതാക്കൾ വാഴ്ത്തുപാട്ടുകാരായി. അവർ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് കാട്ടിയത്. CPM നേതാവ് KK ശൈലജയെ വേദിയിലിരുത്തിയായിരുന്നു പ്രതിനിധികളുടെ ഈ രൂക്ഷ വിമർശനം. ഒടുവിൽ സഹികെട്ട് KK ശൈലജ പറഞ്ഞു, സ്വാതന്ത്ര്യമെന്നാൽ കുട്ടിയും കുടുംബവും ബന്ധങ്ങളുമൊക്കെ വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് തേരാപാര നടക്കുകയല്ല. CPM ഇടതുപക്ഷം എങ്ങനെ തിരിച്ചു വരുമെന്ന ആശങ്കയാണ് പലർക്കും ഇപ്പോഴുള്ളത്. പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞു തുടങ്ങി. CPIയും വലിയ ആത്മസംഘർഷത്തിലാണ്. LDFിൻ്റെ ഭാഗമായി ഇങ്ങനെ തുടർന്നാൽ വലിയ അപകടത്തിലേക്ക് തങ്ങൾ പതിക്കുമെന്ന് ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കൾ തിരിച്ചറിയുന്നു. ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ചു പൊടിച്ച CPMും ഇടതുപക്ഷവും ഇപ്പോഴിതാ UDF സർക്കാർ അധികാരത്തിലേറി മിന്നുന്ന കാഴ്ചയാണ് മറുവശത്ത്. ചാണ്ടിയൂബനെ പോലെ പ്രഗത്ഭരായ യുവ നേതാക്കൾ, ചുറുചുറുക്കുള്ള മന്ത്രിമാർ, MLAമാർ,
അതുകൊണ്ട് തന്നെ CPM നേതാക്കൾക്കും ഭയം ഉള്ളിൽ തട്ടി. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായതിനെ തുടർന്ന് അന്ന് KSRTCയിൽ നിന്ന് ഒരു താൽക്കാലിക ഡ്രൈവർ യദുവിനെ പറഞ്ഞുവിട്ടിരുന്നു. ഇപ്പോഴിത് യദുവിന് ഒരു താൽക്കാലിക ജോലി നൽകിയിരിക്കുകയാണ് സ്പീക്കർ. യദുവിന് നിയമസഭയിൽ താൽക്കാലിക ജോലി നൽകണമെന്ന അപേക്ഷ സ്പീക്കർക്ക് നൽകിയത് സാക്ഷാൽ ചാണ്ടി ഉമ്മൻ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടുപിന്നാലെ ചാണ്ടി ഉമ്മൻ യദുവിന് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട ഒരു കത്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറി. ഇത് പരിഗണിച്ചാണ് താൻ യദുവിന് നിയമസഭ ബസിന്റെ താൽക്കാലിക ഡ്രൈവറായി ജോലി നൽകുന്നത് എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. സഭ നടക്കുന്ന സമയങ്ങളിൽ MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്കുള്ള ബസിന്റെ ഡ്രൈവറായാണ് ജോലി. ഇടതുപക്ഷ MLAമാരടക്കം ഇനി യദു ഓടിക്കുന്ന വാഹനത്തിൽ ഇരിക്കേണ്ടി വരും. ഇതുതന്നെയാണ് മധുര പ്രതികാരം. മേയർ ആര്യ രാജേന്ദ്രനുമായുള്ളൊരു തർക്കത്തിൻ്റെ പേരിൽ KSRTC താൽക്കാലിക ഡ്രൈവർ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ഡ്രൈവർ യദു ഇനി നിയമസഭാ ബസ് ഓടിക്കും. അതും ഇടതുപക്ഷ MLAമാരെയൊക്കെ ബസ്സിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒന്നൊന്നര യാത്ര. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് CPI മനസ്സിലാക്കി. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം രൂക്ഷമായ വിമർശനങ്ങളുമായി ഇക്കഴിഞ്ഞ ദിവസം ചില പ്രതികരണങ്ങൾ നടത്തിയത്. നമ്മളെ തേടി വരുമെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞ അവതാരങ്ങൾ അകത്ത് കയറിയോ എന്ന് പരിശോധിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇത് പിണറായി വിജയനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ. ഇത്തരം അവതാരങ്ങളെ മാറ്റി നിർത്തിയേ പറ്റൂ എന്ന് ബിനോയ് വിശ്വം തീർത്തു പറഞ്ഞു. തൃശ്ശൂരിൽ നടന്ന EMS പ്രതിയിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ കടുത്ത വിമർശനം. താൽക്കാലികമായി ലാഭം തേടി വന്നുപോകുന്ന ചില ആൾക്കാരുണ്ടാകും. അപ്പോൾ നേട്ടം തേടി വരുന്നവർ, പദവികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവർ, അവരല്ല ബന്ധുക്കൾ. ഇവരെക്കുറിച്ച് പിണറായി വിജയൻ തുടക്കത്തിൽ പറഞ്ഞത് ചില അവതാരങ്ങളെന്നായിരുന്നു. ഇത്തരം അവതാരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, നമ്മളെ സ്വാധീനിച്ചോ, നമ്മുടെ ബന്ധുക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകാൻ അവർ നിമിത്തമായോ? ആ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പാട് കൂടാതെ വേണം ആ ചോദ്യം ചോദിക്കാൻ. ഉണ്ടെങ്കിൽ സത്യമാണെങ്കിൽ അത്തരം അവതാരങ്ങളെ നാം അകറ്റി നിർത്തിയേ തീരൂ. അതാണ് പാഠം. അത്തരം തിരുത്തലിൽ കൂടിയാണ് ഇടതുപക്ഷം അതിൻ്റെ ബന്ധുക്കളിലേക്കുള്ള പാലം കെട്ടിപ്പടുക്കേണ്ടത്. ആ പാലം തകർന്നു പോയിരിക്കുന്നു. തങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ പാലവും തകർന്നു പോയിരിക്കുന്നു എന്ന് ബിനോയ് വിശ്വവും തിരിച്ചറിഞ്ഞു. ബന്ധുക്കളും സ്വന്തുക്കളും കൂടെയുള്ളവരും എല്ലാവരും തങ്ങളെ വിട്ടെറിഞ്ഞു പോയി എന്ന കാഴ്ചപ്പാടാണ് CPIക്കും ഇപ്പോഴുള്ളത്. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇറങ്ങാനുള്ള ചില നീക്കങ്ങളും CPI തുടങ്ങിവെച്ചു. ഒരു പതിറ്റാണ്ട് ഏകഛത്രാധിപതിയായി വാണ പിണറായി വിജയൻ ഇപ്പോഴിതാ ഇരുളടഞ്ഞ സൂര്യൻ എന്ന നിലയിലേക്ക് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ എഴുതിയവർ ഇപ്പോൾ പടിക്ക് പുറത്ത്. മറുവശത്ത് പിണറായി വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പോലീസുകാർക്ക് പോലും ഇപ്പോൾ രക്ഷയില്ല. സസ്പെൻഷൻ മാത്രമല്ല, കടുത്ത നിയമ നടപടികളാണ് അവരെ കാത്തിരിക്കുന്നത്. തനിക്കൊപ്പം നിൽക്കുന്നവരെ ഏതറ്റം വരെ പോയി സംരക്ഷിക്കുന്ന ശീലമുണ്ടായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ദുർബലനായ പിണറായിക്ക് ഇപ്പോൾ തനിക്കൊപ്പമുള്ള ആരെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. മറുവശത്ത് പാർട്ടിയിൽ തന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായി എന്ന് MV ഗോവിന്ദനും പിണറായി വിജയനും തിരിച്ചറിയുന്നു. CPM നേതൃത്വത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. പിണറായി വിജയനെയും തന്നെയും മാറ്റിക്കളയാം എന്നതെല്ലാം വ്യാമോഹം മാത്രം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPM മേഖല റിപ്പോർട്ടിങ്ങിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. തന്നെ മാറ്റും, പിണറായിയെ മാറ്റും, സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കും, സംസ്ഥാന കമ്മിറ്റി തന്നെ അഴിച്ചുപണിയും എന്നെല്ലാം ചില പ്രചാരണങ്ങളുണ്ട്. ചിലരൊക്കെ ആവശ്യക്കാരാണ്. താൻ ഉറപ്പിച്ചു പറയുന്നു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരെയും മാറ്റിയിട്ട് ആരെ വെക്കാനാണ്? ഇതാണ് ഗോവിന്ദൻ്റെ ചോദ്യം. ഞാനല്ലാതെ ആരുണ്ട് എന്ന മട്ടിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണവുമായി പിണറായി ഇറങ്ങിയത്. LDF അല്ലാതെ മറ്റാരുണ്ട്? എന്നിട്ട് ഹോർഡിങ്ങുകളിലൊക്കെ പിണറായി വിജയൻ്റെ മുഖം, പിണറായി വിജയൻ്റെ ഫുൾ ഫിഗർ. ജനം തീരുമാനിച്ചു LDF അല്ലാതെ ഇവിടെ UDF ഉണ്ട്. സമാനമായ സാഹചര്യത്തിലേക്ക് MV ഗോവിന്ദനും പിണറായി വിജയനും പതിക്കുകയാണ് മറുവശത്ത്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന MV ഗോവിന്ദൻ്റെ ചോദ്യത്തിന് അണികൾ തന്നെ ഉത്തരം കൊടുത്തോളും. ചുരുക്കത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് MV ഗോവിന്ദനും പിണറായി വിജയനും. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്ര കാലം ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ കഴിയും എന്ന് പിണറായിക്ക് പോലും നിശ്ചയമില്ല. മറുവശത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക MV ഗോവിന്ദന്. അണികളും പ്രവർത്തകരുമൊക്കെ നിരാശയിലാണ്. ഈ നേതൃത്വത്തെ ആര് തള്ളി പൊട്ടക്കിണറ്റിലിടും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.